ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും ചേട്ടായും കൂടെ കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ഒരു സാധനം പോലും വീട്ടിലില്ല കേട്ടോ. കഴിഞ്ഞ വർഷം പിന്നെ പഴയ പുൽക്കൂട് സെറ്റും ഉണ്ണീശ സെറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം അത് മുഴുവൻ പോയി. അപ്പോൾ പിന്നെ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പേട്ടയിലുള്ള ബഡാ ബസാറിലാണ് കേട്ടോ പോകുന്നത്. അവിടെ 200 രൂപ കട എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. പണ്ട് എന്ത് വാങ്ങിയാലും 200 രൂപയിൽ കണക്റ്റഡ് ആയിരുന്നു. 2 എടുത്ത് കഴിഞ്ഞാൽ 200, 5 എടുത്ത് കഴിഞ്ഞാൽ 200, അങ്ങനെയായിരുന്നു. ഇപ്പോൾ എല്ലാ റേറ്റിനുള്ള സാധനങ്ങളും കിട്ടും കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ആവുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ലൈറ്റും സ്റ്റാറും ട്രീയും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അത്യാവശ്യം കട നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ക്രിസ്മസിൻ്റെ സെക്ഷൻ, അല്ലാത്തപ്പോൾ എപ്പോഴും ആ കട ഇവിടെ ഉണ്ടാവും. ക്രിസ്മസും അതുപോലെ ഓണമൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ സാധനങ്ങൾ മാത്രമായിട്ട് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ചെന്ന് കയറിയതേ തന്നെ ട്രീയും അതുപോലെ പുൽക്കൂടും ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പുൽക്കൂട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ പുൽക്കൂട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പുൽക്കൂടൊന്നും നമ്മൾ വാങ്ങുന്നില്ല. നമ്മൾ എല്ലാ കൊല്ലം എന്തെങ്കിലും രീതിയിൽ അറിയാവുന്ന രീതിയിൽ നമ്മൾ തന്നെത്താനെ പുൽക്കൂട് ഉണ്ടാക്കും. അതിൽ വെക്കാനുള്ള ഉണ്ണീശ സെറ്റ് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സെറ്റ് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരുപാട് റേറ്റിനൊന്നും വാങ്ങിയില്ല. വീട്ടിലെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ എടുത്ത് നശിപ്പിച്ചാലും ചെറിയ സെറ്റാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തായാലും കുഞ്ഞു പുൽക്കൂടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും ചെറുത് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഞങ്ങൾ ഓരോ ലൈറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഏത് ലൈറ്റ്സ് വേണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ടൊരു മരം ഉണ്ട് കേട്ടോ. ആ ഒരു മരത്തിൽ ഞങ്ങൾ ഇപ്രാവശ്യം ലൈറ്റ്സ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ലൈറ്റ് വാങ്ങി. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു. അതിവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഭയങ്കര റേറ്റ് കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. സാധാരണ ഞങ്ങൾ ബ്രോഡ്വേയിലൊക്കെ പോയിട്ടാണ് വാങ്ങുന്നത്. ഈ പ്രാവശ്യം പോകാനായിട്ട് സമയവും കിട്ടിയില്ല. പിന്നെ അധികം സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. ഒരു 10,000 രൂപയ്ക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് 1000 രൂപ വണ്ടിക്കൂലിയൊക്കെ മുടക്കി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം നല്ലപോലെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ബ്രോഡ്വേയിൽ പോയിട്ട് ഒരുമിച്ച് കുറേ സാധനങ്ങൾ വാങ്ങിയപ്പോൾ നല്ല ലാഭമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ടാണ് പോകാത്തത്. ഇവിടെ ഈ ഒരു കടയുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ വിലക്കുറവിൽ കിട്ടി. അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ലൈറ്റ് നല്ല രസമാണ് കേട്ടോ. മരത്തിലൊക്കെ ചുറ്റി വെക്കാൻ നല്ലതാണ്. പിന്നെ കുറേ ടൈപ്പ് സ്റ്റാർസ് ഉണ്ടായിരുന്നു. ലൈറ്റിൻ്റെ സ്റ്റാറാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കിയത്. അപ്പം കുറേ ടൈപ്പ് ലൈറ്റിൻ്റെ സ്റ്റാർ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോരോന്ന് കുത്തി കാണിച്ചു തരും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എടുത്താൽ മതിയല്ലോ. അപ്പം ഓരോന്നിലും കളർ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞങ്ങളൊരു 4-5 എണ്ണം കുത്തി നോക്കി. എല്ലാം നമുക്ക് കുത്തി നോക്കാൻ പറ്റുന്നൊന്നുമില്ല. അവർ വേണേൽ കാണിക്കും, എന്നാലും നമുക്കൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ കുറച്ചധികം കുത്തി നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ എടുത്തു. പിന്നെ പേപ്പർ സ്റ്റാർസ് നോക്കിയപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു മനസ്സിനിണങ്ങിയ ഒന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ പേപ്പർ സ്റ്റാർ വാങ്ങിയില്ല. ആ ഒരു ലൈറ്റിൻ്റെ സ്റ്റാർ മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ തന്നെത്താനെ ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഞാൻ തന്നെത്താനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ സക്സസ് ആയിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുറേ ടൈപ്പ് ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്ത് വെറുതെ കണ്ടതേ ഉള്ളൂ, എടുത്ത് തിരിച്ച് വെച്ചു. കാരണം അങ്ങനത്തെ 1-2 വീട്ടിൽ പഴയതുണ്ട്. മാക്സിമം പഴയ സാധനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കും കേട്ടോ. അത് തന്നെത്താനെ കേടാവുന്നവർ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഏകദേശം ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ 2-3 വർഷം നല്ല ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ അടുപ്പിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വന്നിട്ട് ക്രിസ്മസ് തൊപ്പി വാങ്ങുന്നുണ്ട്. ഞാൻ 2 തൊപ്പി വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ആ ഒരു എഴുത്തുള്ള തൊപ്പി ഭയങ്കര ഇഷ്ടമായി. വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും പിന്നെ ക്രിസ്മസിൻ്റെ ഒന്നും വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എഴുത്തുള്ള തൊപ്പിയാട്ടോ വാങ്ങിയത്. അപ്പോൾ സാധനങ്ങളൊക്കെ നോക്കി വന്നപ്പോഴത്തേനും ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാ ലൈറ്റ്സും ഓണാക്കി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഭംഗിയുണ്ട്. കുറേ ടൈപ്പ് ലൈറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് റേറ്റ് കൂടുതലായിട്ട് തോന്നിയില്ല. ക്വാളിറ്റിയുടെ കാര്യം അറിയില്ല കേട്ടോ. നമുക്കിങ്ങനെ ഉപയോഗിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. പക്ഷേ എവിടെ നിന്ന് വാങ്ങിച്ചാലും, ഇപ്പോൾ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിച്ചാലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതിൽ 1-2 ലൈറ്റ്സ് കേടായിട്ടില്ല. 1-2 എണ്ണം കേട് വന്നു. അതിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് ആ ഒരു സമയത്ത് ആവശ്യത്തിനനുസരിച്ച് വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ. ട്രീസിലാണെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. 150-200 രൂപ ആ ഒരു റേറ്റ് തൊട്ടേ തന്നെ ട്രീ ഉണ്ട് കേട്ടോ. 150-ൻ്റെയൊക്കെ ഭയങ്കര ചെറുതാണ്. പിന്നെ അതിന് മുകളിലേക്ക് 1000 വരെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഹൈറ്റും നമുക്ക് വേണ്ട ആ ഒരു രീതിയിൽ വാങ്ങാനായിട്ട് പറ്റും. സ്റ്റാർസിൻ്റെയും കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, പലതരം ലൈറ്റ്സ് വരുന്നത്. അപ്പം നന്നായിട്ട് നോക്കിയെടുക്കാനായിട്ട് പറ്റി. ബ്രോഡ്വേ പോയില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇവിടെ വന്നപ്പോൾ അത് മാറിക്കിട്ടി. അത്യാവശ്യം നോക്കി സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റി. ഒരുപാടൊന്നും വാങ്ങുന്നില്ലെങ്കിലും നമുക്ക് കുറേ ചൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമല്ലോ. ഇങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തൂടെ വെറുതെ കയറി നടക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ. ഇപ്പോൾ കുറേ നാളായി ഈ ഭാഗത്തോട്ട്
പുറത്തോട്ട് വന്നിട്ട് എന്തായാലും നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഒരു ദിവസം അതിനായിട്ട് വരണം. ഈ ഒരു കണ്ണാടി ഞാൻ ഓട്ടോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെക്കാനായിട്ട് കണ്ണാടി ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ണാടിയൊക്കെ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വന്നുകൊണ്ട് വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ചേട്ടായി മാത്രം കുറേ നേരം അവിടെ തപ്പിയിട്ടൊരു പാൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. പണിക്കൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. ആശാന് പാൻറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഇങ്ങനത്തെ പാൻറ്റില്ലേ, ഇതെന്താ പറയുക, ഇതിൻ്റെ പേര് മറന്നുപോയി. ഇങ്ങനത്തെ പാൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനെ ഷോപ്പിങ്ങിന് നടക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. വെറുതെ തപ്പി 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 നടക്കും. ഇവിടെ പിന്നെ ആർക്കും ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നതുകൊണ്ട് വെറുതെ നോക്കൂട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങും. ഈ ഒരു ഗ്ലാസ്സൊക്കെ കണ്ടിട്ട് എനിക്കിഷ്ടമായി. പക്ഷേ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് തന്നെ ഒരു ദിവസം ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് എല്ലാം അപ്പളത്തേക്ക് മാറ്റി വെച്ചു. അപ്പം ബാഗ് സെക്ഷനിൽ കുറേ ടൈപ്പ് ബാഗും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാം വെറുതെ നോക്കി. പിന്നെ കമ്മൽ സെക്ഷൻ അറിയാമല്ലോ, കമ്മൽ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കും എന്തെങ്കിലും വെറൈറ്റിയിൽ ഒരെണ്ണം കിട്ടുമോ എന്ന്. അപ്പോൾ എനിക്ക് അധികമൊന്നും കണ്ടില്ല. ഒരേ ഒരു കമ്മൽ കണ്ടു. ഒരു കിളീനെ പോലെ ഇരിക്കുന്ന ഈ ഒരു കമ്മൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു യുണീക്ക് ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു കമ്മൽ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ വെറുതെ പാത്രത്തിൽ സെക്ഷനിലൊക്കെ പോയിട്ട് പാത്രങ്ങളോ വീട്ടു സാധനങ്ങളോ അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കി എന്തൊക്കെയാണ് പുതിയ സാധനങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ കട ഫുള്ള് ഒരു അരമണിക്കൂർ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങി. 1-2 സാധനങ്ങൾ മതിയായിരുന്നു വീട്ടിലേക്കുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പിന്നെ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. സാധനങ്ങളുമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഏകദേശം ഒരു 1100 രൂപയുടെ ക്രിസ്മസ് സാധനങ്ങളാട്ടോ നമ്മൾ വാങ്ങിയത്. അങ്ങനെ വളരെ കുറച്ച് ചിലവിൽ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഷോപ്പിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 2000 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. ഒത്തിരി സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അധികമൊന്നും അങ്ങനെ വാങ്ങാനുണ്ടായിരുന്നില്ല. 2-3 ലൈറ്റ്സൊക്കെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാട്ടോ. ലൈറ്റ്സ് വാങ്ങുമ്പോഴാണ് കൂടുതൽ പൈസയാവുന്നത്. സീരിയൽ ലൈറ്റിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഒരു 300 രൂപ അടുത്തൊക്കെ വന്നതാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത്ര റേറ്റ് വന്നത്. പിന്നെ ഞാൻ പോയിട്ട് പേപ്പർ വാങ്ങി. അപ്പോൾ ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ പേപ്പർ സ്റ്റാർ ഉണ്ടാക്കിയത്. അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ കച്ചി വാങ്ങാനായിട്ട് രോഹിണിയുടെ വീട്ടിൽ പോയപ്പോൾ രോഹിണി ഇന്നലെ അടിപൊളിയായിട്ട് ക്രിസ്മസ് കൂട് ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പം മഴയായത് കാരണം ആശാൻ മറ്റേ ഷീറ്റ് വെച്ചിട്ട് മൂടി വെച്ചേക്കായിരുന്നു കേട്ടോ. അവൾ നല്ല ക്രിയേറ്റീവ് ആയിട്ടാട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. ഫ്രണ്ടിൽ ആ ഒരു വീട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ച പായൽ പോലത്തെ സംഭവമില്ല, അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു. അകത്തൊരു കൂട്, ആ ഒരു കൂടിനകത്തൊരു കൂട് ഉണ്ടാക്കി വെച്ചു. നല്ല ക്ഷമ വേണം. അവൾ നല്ല സമയമൊക്കെ എടുത്താണ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ക്രിസ്മസ് ട്രീ അവൾ കുളമാക്കി. അപ്പോൾ അവൾ ആ ഒരു മറ്റേ ചുറ്റിയിടുന്നൊരു സംഭവമില്ല, അതിട്ടതുകൊണ്ട് അത് കുറച്ച് കുളമായി. അപ്പോൾ അവളെന്നെ പറഞ്ഞത് ഞാൻ ചെയ്തതൊന്നും കുളമായിപ്പോയി. ആ ഒരു സംഭവം പറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും. ശരിയാട്ടോ. ആ ഒരു ഓർണമെൻറ്റ്സ് മാത്രം ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു മേളിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവളത് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. പക്ഷേ അവളുടെ പുൽക്കൂട് ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കിത് കണ്ടിട്ട് കൊതിയായി. അങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ള ക്ഷമയും എനിക്കില്ല. പിന്നെ അതിനുള്ള സാധനങ്ങളോ സ്ഥലമോ ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് ആ രീതിയിലൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ പിള്ളേരുള്ളത് കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കി വെച്ചാലും അവരതിനകത്ത് പോയി എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കും. അതുകൊണ്ട് തന്നെ അത്ര ആർഭാടമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ താഴെ മുളയുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പറമ്പാണ്. നമ്മുടെ വീടിൻ്റെ തന്നെ ഭാഗം കേട്ടോ. വീടിനോട് തന്നെ ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ആക്കി. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് എന്തായാലും അടുത്തൊരു വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അവിടെ ക്ലീൻ ആക്കി ഭംഗിയായിട്ട് താഴെയിട്ട് തോടുണ്ട്. ആ തോടിൻ്റെ കയ്യിലായിട്ട് കുറച്ച് മുളയൊക്കെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. നേരത്തെ ഫുള്ള് കാടായിരുന്നു. അപ്പോൾ പപ്പായാണിത് ഫുള്ള് തെളിച്ചത്. അപ്പം ഇപ്പോൾ തെളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലെ കൂടെയൊക്കെ ഇറങ്ങി കിടക്കാം. തോട്ടിൽ ഇപ്പം അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. നല്ല മഴയുള്ള സമയത്ത് അത്യാവശ്യം നല്ലപോലെ വെള്ളം ഉണ്ടാവും. ഇപ്പം ഇത്രയ്ക്ക് വെള്ളമുള്ളൂ. എനിക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് കുളിക്കാൻ വരാൻ മടിയാ കേട്ടോ. എനിക്കിങ്ങനെ മുങ്ങി നീന്തിയൊക്കെ കുളിക്കണം. ഇത്രയും വെള്ളമുള്ളതുകൊണ്ട് ഭയങ്കര മടിയാണ്. ചേച്ചിയും പിള്ളേരൊക്കെ ഇടയ്ക്ക് വരും. അല്ലെങ്കിൽ പിന്നെ അലീന വരണം. അലീന ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഓളം ആയതുകൊണ്ട് ഞാൻ തൊട്ടി ചാടാനൊക്കെ വരും. പക്ഷേ ഇപ്പം കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്കേ വരാറില്ല. അപ്പോൾ ചേട്ടാ ഇതേ വലിയൊരു മുള എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ പുറകെ തന്നെ ഒരു ചെറിയ മുളയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മുറിച്ചിട്ട് അത് വെച്ചിട്ടാട്ടോ നമ്മൾ ആ ഒരു പുൽക്കൂടിൻ്റെ കാലും സൈഡും ഒക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ നല്ല രസമാട്ടോ മുള കാണാൻ. നല്ല മഞ്ഞ മുള. അത് വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ക്രാഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മുഴുവൻ പറിച്ചെടുക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ പപ്പായും ഞാനും ചേട്ടായും കൂടി ഇവിടെ കാര്യമായ ആലോചനയിലാണ് ഏത് രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുഞ്ഞു വെളിയിരുന്ന് ചേട്ടയുടെ മടിയിരുന്ന് പാല് കുടിക്കുന്നുണ്ട്. അവൻ ഉറക്കത്തീന്ന് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ പതുക്കെ കുരുത്തക്കേടൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാലൊക്കെ കുടിച്ച് പുള്ളി എന്തൊക്കെയോ ആലോചനയിലാണ്. അധികം അങ്ങനെ ചേട്ടയുടെ അടുത്തൊന്നും പോകത്തില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും അതെ, അധികം വരത്തില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, മടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കുപ്പിച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ മറ്റേ വീടിൻ്റെ ജനലില്ലേ, അതായിരുന്നു. അപ്പോൾ നേരത്തെ അവിടെ കിടന്നിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ പിറക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.
നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഈ ഹരിതകർമ്മസേനയുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വരും. അപ്പോൾ ഏതോ ഒരു മാസം അവർ കുപ്പിച്ചില്ല എടുക്കും, അവർ പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ കളയാതെ നമ്മൾ എടുത്ത് മാറ്റി ഒരു കവറിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതാ പപ്പ ഇവിടെ മുളക് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാം ഒരേപോലെ നീളത്തിന് മുറിച്ചെടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഇങ്ങനെ വെറുതെ മുറിച്ച് നോക്കണം. കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ഇച്ചിരി പാടാട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ബിഗ് ബോസിലൊക്കെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കയറിയിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. ആരെന്ത് പരിപാടി കാണിച്ചാലും അതിനിടയിൽ കയറി എനിക്കത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എനിക്കതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. എപ്പോഴും അത് കേട്ടോ, അതെന്തോന്നും അറിയില്ല. എനിക്കതൊന്ന് ട്രൈ ചെയ്യണം, ഇതെങ്ങനെയാണ് അവർ ചെയ്യണേ, ഇതിനത്ര ബുദ്ധിമുട്ടുണ്ട്, ഇത് എളുപ്പമാണോ, അങ്ങനെയൊക്കെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ചെയ്യുന്നപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പപ്പ മുറിക്കണത് അത്ര സ്മൂത്തായിട്ട് വന്നില്ലെങ്കിലും ഞാൻ ഫൈനലി സക്സസ്ഫുള്ളി ഒരെണ്ണം മുറിച്ചെടുത്തു. അപ്പോൾ ചേട്ടൻ ഇവിടെ കുഴി കുഴിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു വീട് പോലത്തെ രീതിയിൽ പണിയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും ഞാൻ അടുത്ത് നിന്നിട്ട് ഓരോ ഐഡിയാസൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരാളുടെ ഐഡിയ കൊണ്ടല്ല കേട്ടോ, എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് വരുമ്പോഴാണ് എന്തൊക്കെയാണ് മണ്ടത്തരം ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ മനസ്സിലാവുന്നത്. അപ്പം വലിയൊരു മണ്ടത്തരം തന്നെ എല്ലാവരും കാണിച്ചു. ആ സാധനത്തിന് ഭയങ്കരമായിട്ട് പൊക്കം കൂടി പോയി. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കാല് മുഴുവൻ അഴിച്ചെടുത്ത് ഒന്നും കൂടി അതിനെ നീളം കുറച്ച് മുറിച്ച് എന്നിട്ട് വീണ്ടും ഇതേപോലെ അടിഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് വെച്ച് എന്നിട്ട് അടിച്ചിറക്കി വെച്ച്. അപ്പം എളുപ്പത്തിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ 4 സൈഡിലും ഒരേ അളവിൽ ഇതേപോലെ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മരത്തിൻ്റെ അടിയിലായതുകൊണ്ട് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി. കറക്റ്റ് ആ ഒരു എന്താ പറയുക, മരത്തിൻ്റെ ഇടഭാഗത്ത് തന്നെ നല്ലൊരു സ്പേസ്. തിണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പാടല്ലേ, കാരണം മുളകൊന്നും നമുക്കിങ്ങനെ അടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ പിള്ളേരും ഉള്ളതുകൊണ്ട് എപ്പോഴും തിണ്ണയിലിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ പിന്നെ ഇവിടെ വെക്കുകയാണ് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വെച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, കാരണം ലൈറ്റ്സ് മരത്തിലും ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് താഴെയായിട്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല രസമുണ്ടാകും. പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഈ ഒരു സ്പേസ് തന്നെ ഞങ്ങൾ എടുത്തു. അപ്പോൾ ഇതേപോലെ കുഞ്ഞായിട്ട് ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു വീടിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനാണ് അസിസ്റ്റൻറ്റ്. പപ്പ ഇവിടെ ഇരുന്ന് ആണിയൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. പപ്പായ്ക്കും ചേട്ടായിക്കും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ല കഴിവാട്ടോ. എല്ലാ ഐഡിയാസും ഉണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇല്ലിയും പനയുടെ ഓലയും അങ്ങനെയൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം എന്താ ഇവിടെ മുളയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ വർഷം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലി വെച്ചിട്ടല്ലെന്ന് തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യം മണ്ണൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, മണ്ണും കല്ലും. കഴിഞ്ഞ മുന്നത്തെ വർഷമാണ് ഇല്ലി വെച്ചിട്ടുണ്ടാക്കിയത്. പക്ഷേ എന്തായാലും ഓരോ വർഷം നമ്മൾ ഓരോ രീതിയിലാണ്. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ അത്ര രസം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഓരോന്ന് പരീക്ഷിച്ച് നോക്കുമ്പോഴല്ലേ നമുക്കറിയുക. നമ്മൾ അത്ര പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിച്ചിട്ടല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ഐഡിയ ഒക്കെ വെച്ചിട്ട് ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഈ വർഷം വലിയ ആർഭാടമൊന്നും ഇല്ല കേട്ടോ. വർഷം വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കമ്പൊക്കെ വെച്ച് ഏകദേശം ആ ഒരു വീടിൻ്റെ പോലത്തെ ഷേപ്പ് സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പുല്ലൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും തന്നെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ ലൈറ്റും സ്റ്റാറും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആകെ 2-3 ഡെക്കറേഷൻസേ വാങ്ങിയുള്ളൂ. പിന്നെ ഈ ഒരു നീല ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സ്റ്റാർ, പിന്നെ ഒരു സീരിയൽ ബൾബ്. ഇത്രയും സംഭവങ്ങളെ ഞങ്ങളന്ന് വാങ്ങിയുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്റ്റാർ ഫസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ആ ഒരു നീല ലൈറ്റ് വാങ്ങിയത് തികഞ്ഞില്ല കേട്ടോ. ഇട്ട് വന്നപ്പോഴത്തേനും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം പോയിട്ടാണ് റെഡ് കളറിൽ വേറെ ഒരു ലൈറ്റും കൂടെ വാങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർ ഇടാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ ഇരുന്ന് ഓറഞ്ച് തീറ്റിയാണ് എല്ലാവരും കൂടി. വീട്ടിൽ ഇരുന്ന് എനിക്ക് ഭയങ്കര വിശപ്പാട്ടോ. ഓറഞ്ച് സീസൺ തുടങ്ങിയ പിന്നെ ഇവിടെ മിക്കവാറും ഓറഞ്ച് ഉണ്ടാവും. എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണമെന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ എണ്ണ പലഹാരം സ്നാക്സും അങ്ങനെയൊക്കെയാണ് കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെക്കുന്നത്. അപ്പോൾ അതാ പപ്പ എന്തൊക്കെയോ കാണിച്ച് അങ്ങനെ സ്റ്റാർ അവിടെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് ഇടാൻ നല്ല പാടായിരുന്നു. അപ്പം ഇല്ലിയുടെ കമ്പൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ കാണിച്ച് സെറ്റാക്കി. പപ്പായ്ക്ക് പിന്നെ എല്ലാത്തിനും ഓരോ സൊല്യൂഷനുണ്ട്, എങ്ങനെയെങ്കിലും കാശാൻ അത് ചെയ്യും. അങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുത്തു. ബാക്കി വയറിങ്ങും പരിപാടിയും എല്ലാം ചേട്ടയുടെ പരിപാടിയാണ്. അപ്പോൾ തിണ്ണയിൽ സ്റ്റാർ ഇട്ടതിന് ശേഷമാണ് കേട്ടോ പിന്നെ മരത്തിൽ പോയിട്ട് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇട്ടത്. അപ്പോൾ ആകെപ്പാടെ ഒരു 3 കമ്പയിലിടാനേ അത് തികഞ്ഞുള്ളൂ. ഞങ്ങളതിന് എത്ര നീളമുണ്ടെന്ന് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇട്ട് വന്നപ്പോഴത്തേനും ആകെപ്പാടെ കുറച്ചേ തികഞ്ഞുള്ളൂ. അപ്പം ഓരോരോ പൊങ്ങി നിൽക്കുന്ന കമ്പയിലേക്ക് അതങ്ങ് ചുറ്റി കൊടുത്തു. അത് അത്യാവശ്യം നീളം ഉണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം ഒരു 3 കമ്പൊക്കെ തികഞ്ഞുള്ളൂ കേട്ടോ. പിന്നെ ആ മരമാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, കാളും പൂളും വളർന്നിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചില്ലകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി നിന്നിട്ട് അപ്പുറത്തേൽ
കച്ചിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഇരുട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ബാക്കി ചെയ്തത്. ഇത് കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നത്. ഒരു 3 മണി വരെ ആ ഒരു ഭാഗത്ത് ഭയങ്കര വെയിലായിരിക്കും. നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല, അവിടെ നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുറച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ പുൽക്കൂടിൻ്റെ മേൽഭാഗം സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിണിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന കച്ചി ഉണ്ടായിരുന്നു, അതിനിങ്ങനെ മടക്കിയിട്ട് 2 സൈഡിലേക്കും വെച്ച് കൊടുത്തു. അത് പിന്നെ അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ എല്ലാം തീർന്നു കേട്ടോ. ചെയ്ത കാര്യങ്ങളൊക്കെ അധികം ഇങ്ങനെ സമയം എടുത്തൊന്നും ചെയ്യേണ്ടി വന്നില്ല, എല്ലാം തന്നെ പെട്ടെന്നായിരുന്നു. പപ്പ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീർന്നു. നമ്മളൊന്ന് കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആശാനെല്ലാം പടേന്ന് ചെയ്യും. വീട്ടിലെല്ലാ കാര്യം അങ്ങനെയാണ് കേട്ടോ. ആളുണ്ടെങ്കിൽ എല്ലാം പടപടേന്ന് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പരിപാടിയൊക്കെ അങ്ങ് തീർന്നു. പിന്നെ ഇതാ മാളും അതിൻ്റെ അകത്ത് കയറിയിട്ട് എക്സസ് ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ആ ഒരു കച്ചിയൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ ആ ഒരു കച്ചി വെച്ചിട്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്തു കേട്ടോ. വേറെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ള കച്ചി വെച്ചിട്ട് അതങ്ങ് ഫില്ല് ചെയ്തു. അതിങ്ങനെ സൈഡിലേക്ക് മടക്കി വെച്ച് കൊടുത്തു. അപ്പോൾ ആ സൈഡ് ഭാഗവും അങ്ങ് കവറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പുൽക്കൂടിൽ ഉണ്ണീശ സെറ്റൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഉണ്ണീശ സെറ്റ് ഇപ്പോൾ കേട്ടോ അൺബോക്സ് ചെയ്യുന്നത്. കൊണ്ടുവന്നിട്ട് ഇവിടെ അനക്കാതെ വെച്ചേക്കുമായിരുന്നു. ഞാൻ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പോലും സത്യം പറഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ സെറ്റാണ് എങ്കിലും അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടായിരുന്നു. അത്ര കട്ടിയൊന്നുമില്ല. പെട്ടെന്ന് ചിലപ്പോൾ താഴെ വീണാൽ പൊട്ടിയൊക്കെ പോകും. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ അതിലൊരേ ഒരു സംഭവത്തിന് എന്തോ ഒരു ഡാമേജ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ എല്ലാവരും ഞാൻ അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഇടയ്ക്ക് വന്നിങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ഇവരെ ഇവിടെ വെക്കണം, ഇവരെ ഇവിടെ വെക്കണം. അങ്ങനെ അമ്മയും ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാനും ഏകദേശം എനിക്ക് തോന്നിയ രീതിയിലൊക്കെ വെച്ചു. പക്ഷെ കച്ചിയിലേക്ക് വെക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറയുന്ന ഡാമേജ്ഡ്. ഇത് എന്ത് ജീവിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. ഇങ്ങനെയാണ് ഇങ്ങനെ തലയും കുത്തി വെക്കണം. പക്ഷേ എന്തോ മേൾഭാഗത്തൊരു മുട്ടത്തല പോലെയൊക്കെ ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ സാധനം എന്താണെന്ന്. ആടിനെയാണെന്ന് തോന്നുന്നു. അത് ആടോ കിടാവോ എന്തോ ആണ്. എന്തായാലും അതിനെ ഞാനൊരു സൈഡിൽ വെറുതെ അങ്ങ് ചാരി വെച്ചു. അതിപ്പം കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി അങ്ങ് വെച്ചേച്ച്. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടിക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. അത്ര രസമായിട്ടൊന്നും ഞാൻ അകത്ത് വെച്ചിട്ടില്ലെങ്കിലും എന്തൊക്കെയോ അറിയാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ലൈറ്റ് ഇട്ടില്ല കേട്ടോ. ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോഴേ ടോട്ടലി കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം വൈകിട്ട് പപ്പായും ചേട്ടായും കൂടെ ചേർന്നിട്ട് അടിയിലായിട്ട് റെഡ് ലൈറ്റും കൂടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഇവിടെ പുതിയ ചെരുപ്പ് കിട്ടിയത് കൊണ്ട് ഓടി കളിക്കുകയാണ്. മറ്റേ ഒച്ചയൊക്കെ കേൾക്കുന്ന ചെരുപ്പില്ലേ. അപ്പോൾ ചേച്ചി അവനൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവനിതിട്ട് ഭയങ്കര കളിയാട്ടോ. ഇങ്ങനെ ഏകദേശം താഴത്തെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ റെഡും ബ്ലൂവും കൂടി ആയതുകൊണ്ട് കുളമാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും അത് കുളമായില്ല കേട്ടോ. ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പുൽക്കൂടിലേക്ക് ഇടാനും ഉള്ള ലൈറ്റ് ചേട്ടാ ഇത് ഇവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം വാം ലൈറ്റും ഒരെണ്ണം മൾട്ടി കളറുമാണ്. അപ്പോൾ വാം ലൈറ്റ് അകത്തും മൾട്ടി കളർ ആ ഒരു പുൽക്കൂടിൻ്റെ മേളിലായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടാ എന്തൊക്കെയോ കണക്ഷനൊക്കെ കൊടുത്തത് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. ശരിക്കും ഇത് നേരിട്ട് കാണുന്ന ഒരു ഭംഗി വീഡിയോയിൽ അറിയണില്ല കേട്ടോ. എൻ്റെ ക്യാമറയ്ക്ക് ഇത്രയേ കപ്പാസിറ്റി ഉള്ളൂ അതിനെ പിടിച്ചെടുക്കാൻ. നല്ല രസമുണ്ടായിരുന്നു ആ ട്രീ കാണാൻ. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കാരണം അത് ശരിക്കും ക്യാമറയിൽ മനസ്സിലാവുന്നില്ല. പിന്നെ പുൽക്കൂടിന് ഉള്ളിൽ വാം ലൈറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉണ്ണീശനൊക്കെ കൊണ്ട് നേരത്തെ കിടത്തി. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ ഉണ്ണീശോനെ ആ ഒരു 24-ാം തീയതിയാണ് വെക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വെച്ചു. അപ്പോൾ അതും കൂടി വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല രസമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്നാണ് കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കിയത്. ഈ പ്രാവശ്യമാണ് നേരത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് പുൽക്കൂട് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സജഷൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാത്തവർക്ക് വേഗം പോയിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിക്കോ. അപ്പം എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഹാപ്പി ക്രിസ്മസ് നേരുന്നു. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഡിയേഴ്സ്. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.